അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ, ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യ കേരളം, തമിഴ്നാട്, കർണാടക, ലക്ഷദ്വീപ്, അന്തമാൻ നിക്കോബാർ ദ്വീപുകൾ, വിവിധ വിദേശ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ അധ്യയന വർഷം മുതൽ നടപ്പിൽ വരുത്തിയ സവിശേഷമായ ഒരു പദ്ധതിയാണ് സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ. ഈ ഒരു പദ്ധതിക്ക് കീഴിൽ കഴിഞ്ഞ വർഷം നടത്തിയതുപോലെ തന്നെ ഈ വർഷവും നാം സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള വിവിധങ്ങളായ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമുള്ള പദ്ധതികൾ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഈ ഒരു പദ്ധതി നടപ്പിൽ വരുത്താൻ പ്രചോദകമായത് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ എജു വിഷനാണ്. അടുത്ത ഒരു 10 വർഷക്കാലം മുന്നിൽ കണ്ടുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് തയ്യാറാക്കിയ വിഷനാണ് എജു വിഷൻ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ രംഗത്ത്, പ്രീ സ്കൂൾ രംഗത്തും അതുപോലെ ഉയർന്ന ഉപരിപഠന മറ്റു മേഖലയിലും, വനിതാ വിദ്യാഭ്യാസ രംഗത്തും, ദർസ് വിദ്യാഭ്യാസവും, ദഅവ കോളേജും ശരീഅത്ത് കോളേജും ഒക്കെ അടക്കം എല്ലാ മേഖലകളിലും അടുത്ത ഒരു 10 വർഷക്കാലത്തിനകം വരുത്തേണ്ട പരിഷ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും നിലവിലുള്ള വ്യവസ്ഥിതിയുടെ പോരായ്മകളെക്കുറിച്ചും മേന്മകളെക്കുറിച്ചുമൊക്കെ വിശദമായി പഠനം നടത്തുകയും ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ഉണ്ടായി. ആ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ പുസ്തക പരിഷ്കരണവും അധ്യാപക പരിശീലനവും അതുപോലെ നമ്മുടെ വിവിധ തരത്തിലുള്ള മറ്റു പരിശീലന പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. KG മുതൽ 7ാം ക്ലാസ് വരെയുള്ള പാഠ്യപദ്ധതി നാം പരിഷ്കരിച്ചു കഴിഞ്ഞു. അടുത്ത അധ്യയന വർഷത്തിൽ 8, 11 ക്ലാസ്സുകളിലെ പാഠകിതാബുകൾ കൂടി പരിഷ്കരിച്ച് പുറത്തിറങ്ങുകയാണ്. വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ ഒരു പഠന രീതിയാണ് നാം സ്വീകരിക്കുന്നത്. കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും കുട്ടികളെ കഥകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും യാത്രകളിലൂടെയും വിവിധ സാഹചര്യങ്ങളിലൂടെയുമൊക്കെ കുട്ടികളെ പഠനത്തിൻ്റെ മേഖലകളിലേക്ക് എത്തിക്കുകയും അങ്ങനെ വിവിധ കാര്യങ്ങൾ കുട്ടികളെ പ്രായോഗികമായി അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കാനുള്ള അവസരമുണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ പുതിയ പാഠ്യപദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേന്മ. ആ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി തന്നെയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തും നമ്മുടെ വിദ്യാഭ്യാസ ഭവൻ അടക്കമുള്ള കാര്യങ്ങളിലും അതുപോലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റു പരിഷ്കരണ പ്രവർത്തനങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷ നടത്തുന്നത്. ഈ സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷ 3ാം ക്ലാസ് മുതൽ +2 കൂടിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് നടത്തുന്നത്. 2 ഘട്ടമായിട്ടാണ് പരീക്ഷ. നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷനെ പോലെ
ഒരു പ്രിലിമിനറി എക്സാമിനേഷനും ഒരു മെയിൻ എക്സാമിനേഷൻ. പ്രിലിമിനറി പരീക്ഷയ്ക്ക് 50 ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ചോദ്യങ്ങൾ നൽകും. ഓരോ ചോദ്യത്തിനും 4 വീതം ആൾട്ടർനേറ്റീവ്സ് ഉത്തരങ്ങളുണ്ടാവും. ആ ഉത്തരങ്ങളിൽ നിന്ന് ഏറ്റവും ശരിയായത് ടിക്ക് ചെയ്ത് അതത് സ്ഥാപനങ്ങളിൽ തന്നെയുള്ള ചീഫ് എക്സാമിനർ മുഖേന നടത്തി അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ എക്സാമിൻ്റെ പ്രവർത്തനം. ഈ എക്സാമിനേഷനിൽ നിശ്ചിത യോഗ്യത നേടിയ കുട്ടികളെയാണ് മെയിൻ പരീക്ഷയ്ക്ക് നാം സെലക്ട് ചെയ്യുന്നത്. പ്രിലിമിനറി പരീക്ഷയിൽ കഴിഞ്ഞ വർഷം 60% മുകളിൽ മാർക്ക് നേടിയവരെയൊക്കെ മെയിൻ പരീക്ഷയ്ക്ക് സെലക്ട് ചെയ്യും. ഈ തവണ കട്ട് ഓഫ് മാർക്ക് പിന്നീട് തീരുമാനിക്കുകയാണ് ചെയ്യുക. അറൗണ്ട് 60% തന്നെ ആയിരിക്കും. കൂടുതൽ കുട്ടികളിലേക്ക് എത്താവുന്ന തരത്തിൽ അതിന് വേണ്ട കട്ട് ഓഫ് മാർക്ക് നമ്മൾ തീരുമാനിക്കും. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തെ ഒരു വ്യത്യാസം, കഴിഞ്ഞ വർഷം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലുമുള്ള കുട്ടികളെ ഒരുമിച്ച് ഒരു യൂണിറ്റായി കണ്ട് ആണ് നാം എക്സാം നടത്തിയത്. ഈ തവണ ഇംഗ്ലീഷ് മീഡിയം സ്ഥാപനങ്ങൾക്ക് മാത്രം ഒരു യൂണിറ്റ്, അവിടെ 3 മുതൽ +2 കൂടിയ ക്ലാസ്സുകളിലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അപ്പോൾ 30 പേർക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രം റാങ്കുകൾ നിശ്ചയിക്കും. ജനറൽ മദ്രസയിൽ വേറെ റാങ്കാണ്, അതിലും ഇതേപോലെ 30 പേർക്ക് 1, 2, 3 സ്ഥാനക്കാരായ ഓരോ ക്ലാസ്സിലുമുള്ള 3 വീതം ആളുകൾക്ക് റാങ്ക് നിശ്ചയിക്കും. കർണാടകയിൽ അവിടെ നമുക്ക് 1000-ലധികം മദ്രസകളുണ്ട്. ആ 1000 മദ്രസകളെ കർണാടകയെ ഒരു യൂണിറ്റായി കണ്ട് അവിടെ നടത്തുന്ന എക്സാം മുഖേന അവിടെയും 30 പേരെ റാങ്കിന് നിശ്ചയിക്കും. ഗൾഫ് നാടുകളിലും ഇതേപോലെ ചെയ്യണം എന്ന് തന്നെയാണ് അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൻ്റെ അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല. അപ്പോൾ അത് വേറെ ഒരു യൂണിറ്റായിട്ട് കാണും. അപ്പോൾ ഇങ്ങനെ 4 യൂണിറ്റുകളിൽ നിന്നായി 120 ആളുകൾക്ക് റാങ്കുകൾ ലഭിക്കുന്ന തരത്തിലാണ് ഈ വർഷത്തെ സ്കോളർഷിപ്പ് നാം ക്രമീകരിച്ചിട്ടുള്ളത്. ഈ സംസ്ഥാന തലത്തിൽ ഈ 4 യൂണിറ്റുകളിലായി ലഭിക്കുന്ന 120 കുട്ടികൾക്കും സ്വർണ്ണ നാണയങ്ങൾ നാം സമ്മാനമായി നൽകും. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഓരോ ജില്ലയിലുമുള്ള ഫസ്റ്റിന് 1000 രൂപ വീതം നൽകും. നിശ്ചിത ശതമാനം യോഗ്യത നേടുന്ന സ്കോളർഷിപ്പിന് അർഹരാകുന്ന എല്ലാ കുട്ടികൾക്കും, അത് കഴിഞ്ഞ വർഷം നമ്മൾ കട്ട് ഓഫ് മാർക്ക് അതിന് വെച്ചത് 80%. അത് പിന്നെ 70% വരെ നമ്മൾ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ആ ഒരു കട്ട് ഓഫ് മാർക്ക് 80% തന്നെ ഉദ്ദേശിക്കരുത്. 80% ഉള്ള കുട്ടികളെ മുഴുവനും സെലക്ട് ചെയ്ത് എല്ലാ കുട്ടികൾക്കും കഴിഞ്ഞ വർഷം നമ്മൾ നൽകിയത് 500 രൂപ വീതമുള്ള സ്കോളർഷിപ്പാണ്. ഈ വർഷവും ഇൻഷാ അല്ലാഹ് അവർക്ക് മതിയായ തരത്തിലുള്ള സ്കോളർഷിപ്പ് നൽകും. അപ്പോൾ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ഈ എല്ലാ കുട്ടികൾക്കും കൂടി ലഭിക്കുന്ന, സംസ്ഥാനത്ത് 80%-ലധികം മാർക്ക് വാങ്ങുന്ന എല്ലാ കുട്ടികൾക്കും, നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള 120 റാങ്ക് നേടുന്ന കുട്ടികൾക്കും, ഇവർക്കൊക്കെ കൂടിയുള്ള എക്സ്പെൻഡിച്ചറാണ് നമ്മൾ 1 കോടി രൂപ ഇവർക്കൊക്കെ കൂടെയുള്ള ചെലവ് ഇനത്തിൽ സ്കോളർഷിപ്പായിട്ട് നാം കാണുന്നത്. അപ്പോൾ അതിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ പരീക്ഷ മദ്രസയുടെ പ്രൊമോഷന് വേണ്ടിയുള്ളതാണ്. മതവിദ്യാഭ്യാസത്തോട് കൂടുതൽ താല്പര്യം ഉണ്ടാക്കുക, മദ്രസകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് അവസാനിപ്പിക്കുക, അതോടൊപ്പം തന്നെ വിശാലമായ വായനയും പൊതുവിജ്ഞാനവും കുട്ടികളിൽ വർദ്ധിപ്പിക്കുക. കുട്ടികൾ സ്വന്തമായി പഠിക്കാനും വരികൾക്കിടയിലൂടെ വായിച്ച് അതിൽ നിന്ന് കണ്ടെത്താവുന്ന, അവർക്ക് റിസർച്ച് ചെയ്ത് കണ്ടെത്താവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഉള്ള ഒരു രീതിയാണ് പരീക്ഷയ്ക്ക് നാം സ്വീകരിക്കുന്നത്. 60% മദ്രസ പാഠഭാഗങ്ങളിൽ നിന്നാണ്, 40% പൊതുവിജ്ഞാനവുമാണ്. അപ്പോൾ മദ്രസയാണ് നമ്മൾ അടിസ്ഥാനമായി കണക്കാക്കുന്നത്, ബേസ് മദ്രസയാണ്. അപ്പോൾ 3-ാം തരത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി 3-ാം തരത്തിൽ തന്നെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് എന്ന തരത്തിലാണ് നാം പൊതുവിജ്ഞാനം കൂടി കണക്കാക്കുന്നത്.
പൊതുവിജ്ഞാനം പിന്നെ ഏത് കുട്ടികൾക്കും കണ്ടെത്താവുന്ന തരത്തിലുള്ള പൊതുവായ കാര്യങ്ങളായതുകൊണ്ട് ഏത് ക്ലാസ്സിലാണ് എന്നതിന് വലിയ ഒരു പ്രത്യേകതയൊന്നും ഇല്ല. ആ ക്ലാസ്സിലേക്ക് യോജിച്ച തരത്തിലുള്ള മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, സയൻസ്, ഇങ്ങനെ തുടങ്ങി വിവിധ കാര്യങ്ങളാണ്. അതുപോലെ പൊതുവായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ രാഷ്ട്ര തലസ്ഥാനങ്ങൾ, രാഷ്ട്രപതിമാർ, രാഷ്ട്രത്തിൻ്റെ ശില്പികൾ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ആണ് അതിൽ ചോദിക്കുക. അപ്പോൾ ചെറിയ ക്ലാസ്സുകളിലുള്ള 3, 4, 5 ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് പൊതുവിജ്ഞാനത്തിന് LSSൻ്റെ ഗൈഡ് പോലുള്ള പുസ്തകങ്ങൾ അവർക്ക് റെഫർ ചെയ്യാം. അതിൻ്റെ മുകളിൽ UP തരത്തിലുള്ളവർക്ക് USSൻ്റേത് പോലുള്ളത് റെഫർ ചെയ്യാം. മറ്റത് NMMS, NTS, ന്യൂ മാത്സ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പൊതു മേഖലയിലുള്ള പരീക്ഷകളുണ്ട്. ഇപ്പം ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസയിൽ വരുന്ന കുട്ടികൾ വലിയ മതവിദ്യാഭ്യാസം പ്രായോഗികമായി നേടുകയും അതോടൊപ്പം തന്നെ ഭൗതിക രംഗത്ത് അവർക്ക് എല്ലാ തരത്തിലുള്ള സ്കോളർഷിപ്പ് പരീക്ഷകളും എഴുതാനും കൂടുതൽ അവരുടെ ആത്മധൈര്യം വർദ്ധിപ്പിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഈ ഒരു കോൺഫിഡൻസ് വഴി പരീക്ഷ എന്ന് പറയുന്നത് ഈസി ആയിട്ട് എനിക്ക് ചെയ്യാവുന്ന ഒന്നാണ് എന്ന് കുട്ടികൾക്ക് ആ ഒരു ധൈര്യം ഉണ്ടാക്കി കൊടുത്ത് കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാനമായും നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. എല്ലാ മത്സര പരീക്ഷകളിലും പങ്കെടുക്കാൻ കുട്ടികളെ പ്രചോദിപ്പിക്കുക. അതിനു പറ്റിയ തരത്തിലാണ് നമ്മുടെ 2ാമത്തെ പരീക്ഷ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. 2ാമത്തെ പരീക്ഷ മെയിൻ എക്സാമാണ്. മെയിൻ എക്സാമിന് പൂർണ്ണമായും നമ്മൾ മറ്റെല്ലാ മത്സര പരീക്ഷകൾക്കുമുള്ളതുപോലെ PSC, അതുപോലെ മെഡിക്കൽ എഞ്ചിനീയറിങ്, സിവിൽ സർവീസ്, RRB, UPSC, ഇങ്ങനെ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതി OMR ആണ്. ഈ OMR ഉപയോഗപ്പെടുത്തി അത് മെഷീനാണ് റീഡ് ചെയ്യുക. കമ്പ്യൂട്ടർ സ്കാൻ ചെയ്ത് റീഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്തുന്ന, അതിൻ്റെ ഇവാലുവേഷൻ നടത്തുന്ന തരത്തിലുള്ള സംവിധാനമാണ് നമ്മളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചെറിയ 3ാം ക്ലാസ് മുതലുള്ള മുഴുവൻ കുട്ടികൾക്കും ഇത്തരത്തിലുള്ള മത്സര പരീക്ഷ എഴുതാനും OMRൻ്റെ ബബിള് അത് കറുപ്പിക്കാനും, ഒരു ക്വസ്റ്റ്യൻ അതിൽ എന്താണ് നെഗറ്റീവ് മാർക്ക്, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യന് ടൈം അറേഞ്ച് ചെയ്യുക, എങ്ങനെയാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക, എങ്ങനെയാണ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തേണ്ടത്, ഏതൊക്കെ ചോദ്യങ്ങളാണ് വരിക, എങ്ങനെ പരീക്ഷയെ ആത്മവിശ്വാസത്തോടു കൂടി നേരിടാം, എങ്ങനെ ടൈം മാനേജ് ചെയ്യാം, ഇങ്ങനെ തുടങ്ങിയ എങ്ങനെയാണ് ഒരാളുടെ പേര് അത് രേഖപ്പെടുത്തിയതിന് ശേഷം ആ പേരുമായി ബന്ധപ്പെട്ട ലെറ്ററുകൾ, ബബിളുകൾ എങ്ങനെയാണ് കറുപ്പിക്കുക, രജിസ്റ്റർ നമ്പർ എഴുതി കഴിഞ്ഞാൽ ആ രജിസ്റ്റർ നമ്പറിൻ്റെ ബബിൾ എങ്ങനെയാണ് കറുപ്പിക്കുക, ഇതൊക്കെ പ്രായോഗികമായി ചെയ്ത് നമ്മുടെ മക്കൾ എല്ലാ മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കാൻ കഴിവുള്ളവരാക്കി അവരെ മാറ്റുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികൾ സ്റ്റേറ്റ് തലത്തിൽ റാങ്ക് നേടിയ വലിയ 96ഉം 98ഉം വരെ മാർക്ക് കിട്ടിയ കുട്ടികളുണ്ട്. 100ൽ 98 കിട്ടി എന്ന് പറഞ്ഞാൽ അതിബുദ്ധിമാന്മാരായ കുട്ടികളാണ്. നമ്മുടെ പരീക്ഷയുടെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ഈസിയായ ചോദ്യങ്ങളുണ്ട്, ആവറേജ് ചോദ്യങ്ങളുണ്ട്, ഡിഫിക്കൽട്ട് ചോദ്യങ്ങളുണ്ട്, വെരി ഡിഫിക്കൽട്ട് ചോദ്യങ്ങളുണ്ട്, ആപ്ലിക്കേഷൻ ലെവലിലെ ചോദ്യം. ഈ 5 ലെവലിലുള്ള ചോദ്യം. അപ്പോൾ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഈസി ക്വസ്റ്റ്യൻസ് ഒരു 30% ഉണ്ടാവും. ആ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്താൽ തന്നെ 30% മാർക്ക് കിട്ടും. അത് ഇസ്ലാമിക്സിലും അങ്ങനെ തന്നെ, മറ്റെല്ലാം അങ്ങനെ തന്നെ. പിന്നെ ഇസ്ലാമിക്സിൻ്റെ ഒരു പ്രത്യേകത, ഇസ്ലാമിക്സിന് നമ്മുടെ പാഠഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ പാഠഭാഗങ്ങൾ നന്നായി പഠിച്ചാൽ തന്നെ കുട്ടിക്ക് 60% മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പിന്നെ ബാക്കിയുള്ള പൊതുവിജ്ഞാനത്തിൽ നിന്ന് ഒരു 20% കൂടി കുട്ടിയാൽ 80%-ലേക്ക് എത്തി കുട്ടി സ്കോളർഷിപ്പിന് അർഹനായി. അപ്പോൾ ആ തരത്തിൽ കൂടുതൽ കുട്ടികളിലേക്ക് ഇതെത്തിക്കുകയും നമ്മുടെ മക്കളെ കൂടുതൽ ഇത്തരം കാര്യങ്ങൾക്ക് അവരെ പ്രചോദിപ്പിക്കുകയും നമ്മുടെ മദ്രസയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുകയും ചെയ്യുക ഏറ്റവും അനുയോജ്യമായ കാലഘട്ടത്തിനനുസൃതമായ നമ്മുടെ പാഠ്യപദ്ധതി. ആ പാഠ്യപദ്ധതി ശാസ്ത്രീയമാണ്, അതുപോലെ തന്നെ അത് സൈക്കോളജിക്കാണ്, അതുപോലെ തന്നെ ആ പാഠ്യപദ്ധതി വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ ഇവാലുവേഷൻ്റെ രീതിയും അങ്ങനെ തന്നെയാണ്.
നമുക്ക് ഇവാലുവേഷന് വേണ്ടി നമ്മൾ കോംപ്രിഹെൻസീവായിട്ട് വർഷം തുടങ്ങുന്നത് മുതൽ അവസാനം വരെ നടക്കുന്ന CE കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ രീതി നമുക്കുണ്ട്. അതിൽ പ്രോജക്റ്റ് ഉണ്ട്, അസൈൻമെൻറ്റുകളുണ്ട്, അതുപോലെ തന്നെ അവർക്ക് വർക്കുകളുണ്ട്, അവർക്ക് റിട്ടേൺ ടെസ്റ്റുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പ്രാക്ടിക്കലായിട്ടുള്ള യാത്രകളുണ്ട്. ഈ യാത്രകളിൽ അവർ കണ്ടെത്തുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ള രീതികളുണ്ട്. ഈ തരത്തിൽ ആണ് നമ്മുടെ പാഠ്യപദ്ധതി ക്രമീകരിച്ചത്. അതൊക്കെ കൂടെ കൂടിയതാണ് നമ്മുടെ പാഠ്യപദ്ധതി. മദ്രസയിൽ നിന്ന് കേവലം കുറഞ്ഞ സമയം കൊണ്ട് കിട്ടുന്നത് മാത്രമല്ല, രക്ഷിതാക്കളുടെ സഹകരണത്തോടു കൂടി വീടുകളിൽ വെച്ചും തുടർന്നും ആ കുട്ടിക്ക് അന്വേഷിച്ച് പഠിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു രീതിയാണ്. അൽഹംദുലില്ലാ, നമ്മൾ ഈ ഒരു രീതി അവലംബിച്ച് തുടങ്ങിയതിന് ശേഷം, നമ്മുടെ പാഠ്യപദ്ധതി പരിഷ്കാരത്തിന് ശേഷം ഓരോ വർഷവും നമ്മുടെ മദ്രസകളുടെ എണ്ണം വർദ്ധിക്കുന്നു. നമ്മുടെ മദ്രസയിലേക്ക് കൂടുതൽ കുട്ടികൾ എൻറോൾ ചെയ്തു വരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 2,60,000 കിതാബുകൾ നമുക്ക് അധികമായി ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ നമുക്ക് അധികമായി കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം 60,000-ഓളം കുട്ടികൾ പുതുതായി നമ്മുടെ ഈ കേരളം, തമിഴ്നാട്, കർണാടക, മറ്റ് സ്റ്റേറ്റുകൾ അടക്കം എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും, കേരളത്തിന് പുറമെ 21 സ്റ്റേറ്റുകളിൽ നമുക്ക് മദ്രസ സംവിധാനമുണ്ട്. ഈ 21 സ്റ്റേറ്റുകളിലും കൂടി വിദേശ രാജ്യങ്ങളിലടക്കം നമുക്ക് 10,60,000 കുട്ടികൾ കഴിഞ്ഞ ഒരു അധ്യയന വർഷത്തിൽ മാത്രം പുതുതായി എൻറോൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഠ്യപദ്ധതിയുടെ മേന്മയും നമ്മുടെ അധ്യാപകരുടെ കഠിനാധ്വാനവും നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനവും നമ്മുടെ കുട്ടികൾക്ക് നാം നടത്തുന്ന ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികളുമാണ്. ഈ പരിപാടികൾക്കൊപ്പം നമ്മൾ നടത്തുന്ന വേറെ കുറേ പരിപാടികളുണ്ട്. നമ്മൾ പ്രത്യേകമായ പരിശീലന പരിപാടിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രതിഭാ സംഗമങ്ങളുണ്ട്. ഫുൾ സ്കോർ നേടിയ കുട്ടികൾക്കൊക്കെ 1000 രൂപ വീതം കൊടുത്തു. അതുപോലെ തന്നെ അവരെ ക്ലാസ് അധ്യാപകർക്ക് 1000 രൂപ വീതം കൊടുത്തു. ഇനി മാലിന്യങ്ങൾക്ക് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ പഠിപ്പിക്കുന്ന 25 വർഷം സർവീസുള്ള ആളുകൾക്കൊക്കെ 10,000 രൂപ വീതമുള്ള ഇഹ്തിറാം നടത്തുന്നു. ഇങ്ങനെ നമ്മൾ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ സ്പെഷ്യൽ കെയർ ചെയ്ത് അവരെ സിവിൽ സർവീസ് പോലുള്ള എക്സാമിനേഷന് അവരെ പ്രചോദിപ്പിക്കുന്നതിനാവശ്യമായ പിന്തുണയും അവർക്ക് ആവശ്യമായ സ്കോളർഷിപ്പ് സംവിധാനങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിക്കുകയാണ്. അങ്ങനെയുള്ള എല്ലാ പദ്ധതികൾ കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷയുള്ളത്. അതുകൊണ്ട് പരമാവധി കുട്ടികൾ, ഓരോ രക്ഷിതാവും അവർ തീരുമാനിക്കണം, എൻ്റെ മകൻ കൂടി അതിനെന്ത് ചെലവ് വന്നാലും വേണ്ടിയില്ല, നമ്മൾ ഇതിൽ ചേർക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയും അതിന് വേണ്ടിയുള്ള ഫീസ് അടക്കുകയും ചെയ്ത് ഈ പരീക്ഷയിൽ നിങ്ങൾ എൻറോൾ ചെയ്യിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് എന്ന കാര്യം നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഈ 25-ാം തീയതി, ഓഗസ്റ്റ് 25-ാം തീയതിയോടെ ഇതിൻ്റെ കുട്ടികളെ എൻറോൾ ചെയ്യുന്നത് അവസാനിക്കും. 30-ാം തീയതിക്കകം എല്ലാ കുട്ടികൾക്കും അതത് ക്ലാസ്സുകളിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളതിന് അവർക്കൊരു പുസ്തകം എല്ലാവർക്കും ഫ്രീ ആയിട്ട് നൽകും. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നമ്മൾ നൽകിയ പുസ്തകങ്ങൾ എല്ലാവരുടെ കൈവശവും ഉണ്ടാകും. അതിന് പുറമെ നമ്മൾ പ്രിലി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും കഴിഞ്ഞ വർഷം നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മുടെ സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഈ കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ കഴിഞ്ഞ ബുക്കുകളും ഈ ബുക്കുകളും എല്ലാം കൂടി റെഫർ ചെയ്താൽ ഏകദേശം പരീക്ഷ എങ്ങനെയാണ് വരിക എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകും. അത് വെച്ച് എല്ലാവരും ഓരോ മദ്രസയിലും ഇതിൽ എൻറോൾ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രത്യേകമായി അവർക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകളും അവർക്ക് പ്രത്യേക പഠന ക്ലാസ്സുകളും നടത്തി പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കണം എന്നുകൂടി നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തി എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.